ഗതാഗത വകുപ്പിനെ മെച്ചപ്പെടുത്താൻ ചില ആശയങ്ങൾ മനസ്സിലുണ്ടെന്ന് നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ന്യൂസ് 8 പറഞ്ഞു. മുഖ്യമന്ത്രി അനുവദിച്ചാൽ തീരുമാനം നടപ്പിലാക്കും. തൊഴിലാളികളെ ഒപ്പം നിർത്തി മുന്നോട്ട് പോകും. ഫയലുകൾ കൂടുതൽ നാൾ പിടിച്ചുവെക്കുന്നത് അഴിമതിയാണെന്നാണ് തന്റെ നിലപാടെന്നും കെ.ബി. ഗണേഷ് കുമാർ ന്യൂസ് 8 വ്യക്തമാക്കി. നിയുക്ത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് നമുക്കൊപ്പമുള്ളത്. ആദ്യം തന്നെ പുതിയ മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നതിൽ ന്യൂസ് 8 പ്രേക്ഷകരുടെ എല്ലാ ആശംസകളും നേരുകയാണ്. ഒരുപാട് കാലത്തെ മന്ത്രി എന്ന നിലയിലുള്ള അനുഭവ പരിചയം, ഒപ്പം MLA എന്ന നിലയിലുള്ള ഇടപെടലുകൾ. ഇനിയിപ്പോൾ വകുപ്പ് ഔദ്യോഗികമായി പറയാൻ കഴിയില്ലെങ്കിലും ഇനി ഗതാഗതമാണ് എന്ന് കരുതുക. എന്താണ് പ്രധാന വെല്ലുവിളി? അല്ല, ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ എങ്ങനെയെങ്കിലും കരകയറ്റിക്കൊണ്ടാണുള്ള അശ്രാന്തമായ പരിശ്രമം നടത്തും, വളരെ സിൻസിയറായി. പിന്നെ എല്ലാ ദുർച്ചെലവുകളും ഒഴിവാക്കും. പിന്നെ അനാവശ്യമായ ഓട്ടങ്ങൾ, ചെലവ് കുറയ്ക്കുക എന്നുള്ളതാണ്. അത് ചെലവ് കുറച്ചിട്ട് വരവ് കൂട്ടുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ ഒരു വ്യത്യാസം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്തരത്തിൽ കണക്കില്ലാതെ ഇനി മുന്നോട്ട് പോകില്ല. പിന്നെ ഏറ്റവും ആധുനികമായ ഒരു സിസ്റ്റം അത് മനസ്സിലുണ്ട്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അനുവദിക്കുകയാണെങ്കിൽ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ട് ഞാനത് അദ്ദേഹം പ്രപ്പോസൽ കൊടുക്കും. അദ്ദേഹം അത് അംഗീകരിച്ചാൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പുതിയ അത്യന്താധുനിക സിസ്റ്റം സുതാര്യമായി മുന്നോട്ട് പോയാൽ നമുക്ക് വളരാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ ഒരു വകുപ്പ് മാറ്റം ആഗ്രഹിച്ചിട്ട് പലപ്പോഴും അതിന് സൂചനകളൊക്കെ പല ഘട്ടത്തിലും നൽകിയിട്ടുണ്ട്. സർക്കാർ തന്നെ ശമ്പളം കൊടുക്കുന്ന ഏതെങ്കിലും വകുപ്പ് കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിട്ട് ഉറങ്ങായിരുന്നു എന്ന് വിചാരിച്ചാണ്. ഉറക്കം കുറവാണ്. അപ്പോൾ സർക്കാർ തന്നെ ശമ്പളം കൊടുക്കുന്ന ഏതെങ്കിലും വകുപ്പാണെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാം. ഇതിപ്പോൾ ഈ ശമ്പളം കൊടുക്കാൻ വരുമ്പോൾ ഈ തൊഴിലാളികൾ എന്നെയും കൂടെ ചേർത്ത് അല്ലേ അവർ പ്രാവും. എന്തായാലും തൊഴിലാളികൾക്കും മന്ത്രിക്കും സമാധാനമായി ഉറങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് വകുപ്പിനെ മെച്ചപ്പെടുത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.